ഹേ ഗായ്സ്, ദിസ് ഈസ് സോ ജാരീബ് ടാരോഡിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് എന്താണ് ചിന്തിക്കുന്നത്, റിലേഷൻഷിപ്പിൽ അടുത്തതായി എന്താണ് നടക്കാൻ പോകുന്നത്, അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് നമ്മൾക്ക് നോക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാറുമോ, കാർഡ്സിൽ എന്തൊക്കെ വരുന്നു അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു തരാം. ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. സോ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. സോ നമ്മൾക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇവിടെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. 9 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, ദ എംപ്രസ്, ദ ഹാങ്ഡ് മാൻ, ക്വീൻ ഓഫ് കപ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ, കിങ് ഓഫ് സോഡ്സ്. 4 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, ദ ഹൈ പ്രീസ്റ്റേഴ്സ്, 4 ഓഫ് വാൻസ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത് 10 ഓഫ് വാൻസ് ആണ്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഈ പേഴ്സണ് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ അത്രയ്ക്കൊരു സ്മൂത്ത് ഗോയിങ് ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഒരു സമയത്ത് നിങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു ഡീപ്പ് കണക്ഷനിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ അതിലൊരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഈ പേഴ്സൺ നിങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കും പല സംശയങ്ങളും ഈ റിലേഷൻഷിപ്പ് എന്തുകൊണ്ട് ഇങ്ങനെ നടന്നു, ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്നൊരു സിറ്റുവേഷനും ഒക്കെ തന്നെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി മിണ്ടുന്ന സമയത്ത് പോലും 4 ഓഫ് കപ്സ് അതാണ് റിസൾട്ടായിട്ട് കാണിക്കുന്നത്. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റെസ്പോൺസ്, ഒരു ക്ലാരിറ്റി ഒന്നും ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്നും കിട്ടുന്നില്ല. ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. എന്നാൽ ഈ വ്യക്തിയിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് മാറാനും സാധിക്കുന്നില്ല. ഈ പേഴ്സൺ ദ ഹാങ്ഡ് മാനിലാണ് നിൽക്കുന്നത്. എല്ലാം ദൂരെ നിന്നും നോക്കി കാണുന്നുണ്ട്. എല്ലാം അറിയാം ആ പേഴ്സണ് നിങ്ങൾക്ക് ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ തന്നെയാണ് എന്നുള്ളതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഓവർ തിങ്ക് ചെയ്ത് അവിടെ തന്നെ നിങ്ങളെ മാറ്റി നിർത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഒരു ഫെമിനൈൻ എനർജിയാണ് ഇവിടെ എനിക്ക് ഏറ്റവും എടുത്തു കാണാൻ സാധിക്കുന്നത്. അത് മേ ബി ആളുടെ ഫാമിലിയിലെ ആരെങ്കിലും ആയിരിക്കാം, മദറോ സിസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടോ. ഓക്കെ, അങ്ങനെ ആരുമാകാം. ഒരു ഫെമിനൈൻ എനർജിയാണ് നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം. ദ എംപ്രസ് കിട്ടിയിട്ടുണ്ട്, ക്വീൻ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. വീണ്ടും വീണ്ടും എടുത്ത് തന്നെ ആ ഒരു ഫെമിനൈൻ എനർജിയെ കാണാൻ സാധിക്കുന്നുണ്ട്. ദ ഹൈ പ്രീസ്റ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ കിങ് ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങളടുത്ത് മിണ്ടണം എന്നുണ്ട്, സംസാരിക്കണം എന്നുണ്ട്. ഒരു ക്ലാരിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻ മാറ്റിയെടുക്കണം, നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരണം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർത്ത് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളൊരാഗ്രഹം എല്ലാം ഈ വ്യക്തിക്കുണ്ട്. പക്ഷേ അവിടെയാണ് ഒരു ബ്ലോക്കേജ്. ഈ ഫെമിനൈൻ എനർജി ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഒരു കാര്യവുമില്ലാതെ നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നത് മേ ബി ഇഷ്ടമില്ലായിരിക്കാം. പല സിറ്റുവേഷൻ കാരണം ഒരു വിച്ചിനെ പോലെ മേ ബി അവർ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് പോലെ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് ചെയ്തിട്ടതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലരുടെ കേസിൽ നിങ്ങൾ ഒന്നിക്കാതിരിക്കാൻ അങ്ങനെ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് വേറൊരു പേഴ്സൻ്റെ കൺട്രോളിലാണ് നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ എന്നതാണ്. ചിലരുടെ കേസിൽ നിങ്ങളുമാകാം. ഓക്കെ, സോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി വേറെ വ്യക്തികളുടെ കൺട്രോളിലാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതിൽ കൂടുതൽ എനർജി നിങ്ങൾക്ക് വരികയോ നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിലാണ് ഇവിടെ ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ബോട്ടം ഓഫ് ദി ഡെക്ക് 10 ഓഫ് വാൻസ് ആണ് കിട്ടിയിട്ടുള്ളത്, 4 ഓഫ് വാൻസും കിട്ടിയിട്ടുണ്ട്. ഒന്നിക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന മുന്നോട്ടേക്കും വിൽ ഓഫ് ഫോർച്യൂണൊക്കെ കാണിക്കുന്നുണ്ട്. 2 പേരും ചീറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്ന് സ്പ്ലിറ്റായി നിൽക്കണമെന്നോ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടേ ഉള്ളതല്ല. സിൻസിയറായിട്ട് തന്നെ ഇഷ്ടപ്പെട്ട് നിന്നിട്ടുള്ള 2 വ്യക്തികൾ, ഒരുമിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള 2 വ്യക്തികളാണ് ഇപ്പോൾ ഇങ്ങനൊരവസ്ഥയിൽ പെട്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ തേർഡ് പാർട്ടിയെ കാട്ടി എനർജി വരേണ്ടതായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ബോട്ടം ഓഫ് ദി ഡെക്ക് 10 ഓഫ് വാൻസ് ആണ്. ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നൊരു അവസ്ഥയാണ് കാണിക്കുന്നത്. നിങ്ങൾ പെട്ടെന്ന് ഇതിലൊരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ പലപ്പോഴും
ഇത് വേണ്ടാന്ന് വെച്ചാലും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചാലും നിങ്ങൾക്കതിൽ സ്റ്റേബിളായിട്ട് നിൽക്കാൻ സാധിക്കുന്നില്ല. പലപ്പോഴും പല മൈൻഡാണ്. ഓക്കെ, സ്റ്റേബിളായിട്ടൊരു ഡിസിഷൻ എടുക്കാനോ ഒന്നും സാധിക്കാതെ നിൽക്കുന്നൊരവസ്ഥയാണ് എനിക്കിവിടെ നിങ്ങളുടെ കാര്യത്തിലും കാണാൻ സാധിക്കുന്നത്. സോ ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇൻ ആൻഡ് ഔട്ട് എനർജിയിലോ ഒരു സെപ്പറേഷനിലോ പോകുന്നത് നിങ്ങളുടെ ഹെൽത്തിനെ വരെ ബാധിക്കുന്നതായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. മേ ബി പലരും ചിലരെങ്കിലും മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയെങ്കിൽ അങ്ങനെ, ഒരിക്കലും ഇത് വേറൊരു വ്യക്തി കാരണം നമ്മളെ ഹെൽത്തിനെ വരെ ബാധിക്കുന്ന രീതിയിലോ മെൻ്റലി ഡൗൺ ആക്കുന്ന രീതിയിലോ കുറേ കാലമൊന്നും അങ്ങനെ സഫർ ചെയ്ത് നിൽക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഓക്കെ, സോ ഈ ഒരു പേഴ്സണായിട്ടൊരു കമ്മ്യൂണിക്കേഷനൊക്കെ പോസിബിൾ ആകും. നിങ്ങൾക്ക് സംസാരിക്കാനും ഒക്കെ സാധിക്കുന്നൊരവസ്ഥ നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വരും. പക്ഷേ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും പഴയ കാര്യങ്ങളോ കഴിഞ്ഞുപോയ കാര്യങ്ങളോ ഈ പേഴ്സൺ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ റീകൺസിലേഷൻ റീയൂണിയൻ നടക്കാനുള്ളൊരു ചാൻസ് കുറവാണ്. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കുറേ റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാം മറന്ന് നിങ്ങൾക്ക് ഫോർഗീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം, സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യുക തന്നെ ചെയ്യാം. ഓക്കെ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ കഴിഞ്ഞു, അതിലൊരു മാറ്റവും വരുത്താൻ പറ്റില്ല. സോ എല്ലാം ഈ പേഴ്സണ് മനസ്സിലാകുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഒരു തീരുമാനമെടുക്കാൻ സാധിക്കട്ടെ, ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുക. ആ ഒരു കമ്മ്യൂണിക്കേഷൻ വരെയും ഒരു ബ്ലോക്കേജ് വരുത്തി വെച്ചിരിക്കുന്നൊരവസ്ഥ ചിലരുടെ കേസിലൊരു ഫെമിനൈൻ എനർജി കാരണം വന്നിട്ടുണ്ട്. സോ ഒരു കോൾ മെസ്സേജിന് വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, അങ്ങോട്ടേക്ക് പോയി കോൺടാക്ട് ചെയ്യാനായിട്ട് ഞാൻ പറയില്ല. കാര്യം ഇവിടെ റിസൾട്ട് നെഗറ്റീവ് ആണെന്ന് നമ്മൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോയി കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യാം, ഇങ്ങോട്ടേക്ക് കോൺടാക്ട് വരാനായിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ. അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ ഒരു പേഴ്സൻ്റെ മനസ്സിലൊരു മാറ്റം വരുന്നതായിട്ടൊക്കെ തന്നെ ഫുൾ മൂൺ ഡേയിലൊക്കെ എഴുതിയിട്ടൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. തേർഡ് പാർട്ടിയെ കാട്ടി നിങ്ങൾക്ക് എനർജി വേണം. അതായത് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ടിരിക്കുന്നോ, എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുന്നോ, അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു തേർഡ് പാർട്ടിയെ കാട്ടി എനർജി തീർച്ചയായിട്ടും വരും. ഈ പേഴ്സൺ എല്ലാം മനസ്സിലാവുന്നുണ്ട്, നിങ്ങളെ ഇഷ്ടമുണ്ട്, ലൈഫിലേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്, മെസ്സേജ് അയക്കണം എന്നുണ്ട്, കോൾ ചെയ്യണം എന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഫോൺ വരെ എടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്കൊരു കോൾ, മെസ്സേജ് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് കുറേ ഡൗട്ട് ഉണ്ടായിരിക്കാം, അതെല്ലാം ഒന്ന് സംസാരിച്ച് സോൾവ് ചെയ്യാനോ ഈ പേഴ്സൺ ശ്രമിക്കുന്നില്ല. ഓക്കെ, മേ ബി കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാൻ ഈ ഒരു പേഴ്സൺ സമയമില്ല അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല, ഒഴിഞ്ഞു മാറി നടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, അത് നിങ്ങളെ കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കുന്നു. നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരെ വരുന്നൊരു സിറ്റുവേഷൻ, ഉറക്കമില്ലാത്തൊരവസ്ഥയും ഉണ്ടാക്കുന്നു. സോ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. സോ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. സോ ടേക്ക് കെയർ, ബൈ. ഓക്കെ, സെക്കൻഡ് പൈൽ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം. പേജ് ഓഫ് പെൻറ്റിക്കിൾ കിട്ടിയിട്ടുണ്ട്, ജസ്റ്റിസ്, ദ മൂൺ കാർഡ്, 10 ഓഫ് വാൻഡ്സ്, ദ ഫൂൾ കാർഡ്, ദ എംപ്രസ് കിട്ടിയിട്ടുണ്ട്, 5 ഓഫ് വാൻഡ്സ്, അതേപോലെ തന്നെ 10 ഓഫ് സോഡ്സ്, 4 ഓഫ് കപ്സ്, 4 ഓഫ് പെൻറ്റിക്കിൾ, ബോട്ടം ഓഫ് ദ ഡെക്ക്, ജഡ്ജ്മെൻ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കോണ്ടാക്റ്റിലില്ല അല്ലെങ്കിൽ ഒരു സെപ്പറേഷനോ കാര്യങ്ങളോ ഉള്ളവർക്ക് ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ തമ്മിൽ പല ഇഷ്യൂസും വാക്ക് തർക്കങ്ങളും ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊരു സംശയം നിലനിൽക്കുന്നു. മേ ബി ഇന്ന് മെസ്സേജ് അയക്കണം എന്ന് വിചാരിച്ചാലും നാളത്തേക്ക് അത് മാറ്റി വെക്കുന്നു. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഓവർ തിങ്ക് ചെയ്യുന്നു. പ്രത്യേകിച്ചും രാത്രി സമയം നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ വന്നുകൊണ്ടേയിരിക്കുന്നൊരവസ്ഥയാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ഈ വ്യക്തിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടോ അതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതിപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടായിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം,
എന്ത് തന്നെ ആയാലും നിങ്ങളെ ഇപ്പോഴും ഈ വ്യക്തി സ്നേഹിക്കുന്നു എന്നതാണ് കാണാൻ പറ്റുന്നത്. ചിലരുടെ കേസിൽ ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ഒരു കണക്ഷനും ആകാം. സോ നിങ്ങളുടെ ഇടയിൽ പല വാക്കുതർക്കങ്ങളും വന്നിട്ടുണ്ട് എന്നതാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ആ വാക്കുതർക്കങ്ങൾ കാരണം മുന്നോട്ടേക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയമാണ് ഇവിടെ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഓക്കെ, പറ്റുന്നിടത്തോളം നിങ്ങൾ രണ്ടുപേരും മാത്രം ഇരുന്ന് സംസാരിച്ച് ഈ ഒരു പ്രശ്നത്തെ ഒരു സൊല്യൂഷനിലേക്ക് കൊണ്ടുപോവുക. ഒരുപാട് പേരെ ഇതിൻ്റെ ഇടയിൽ വലിച്ചിടാതിരിക്കുക. ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരെയും ഇതിൻ്റെ ഇടയിലേക്ക് പിടിച്ചിടാതിരിക്കുക. അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുകയുള്ളൂ. ഇവിടെയും ഫസ്റ്റ് പൈൽ പോലെ തന്നെ ഒരു ഫെമിനൈൻ എനർജി തേർഡ് പാർട്ടിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് മേ ബി ആളുടെ അമ്മ അല്ലെങ്കിൽ സിസ്റ്റർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ആൾക്ക് പരിചയമുള്ളൊരു ഫെമിനൈൻ ഒരു ഫ്രണ്ടോ ബെസ്റ്റ് ഫ്രണ്ടോ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആരെങ്കിലുമോ ഒക്കെ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതൊരു സ്ട്രോങ് തേർഡ് പാർട്ടി ആയിട്ടോ നിങ്ങൾ തമ്മിൽ വരേണ്ടിയിരുന്നൊരു ബോണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഉള്ള എനർജിക്ക് ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജ് വരുത്തുന്നൊരവസ്ഥ കാണിക്കുന്നുണ്ട്. ഈ പേഴ്സൺ കറൻ്റ്ലി ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, ഒരു ആൻസൈറ്റി, ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോകുന്നു. ആൾക്ക് വേറൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പേഴ്സൺ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്, ക്യാഷ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, സേവ് ചെയ്യാൻ നോക്കുന്നുണ്ട്, കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് പോലും സേവ് ചെയ്യാൻ നോക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ബാക്കി ക്യാഷും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്, അതെല്ലാം ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നുണ്ടെങ്കിലും നിങ്ങൾ എവിടെയോ മിസ്സായി എന്നൊരു തോന്നലാണ്. ഓക്കെ, സോ അതൊരു സ്ട്രെസ്സ് തന്നെയാണ്. ഇനിയിപ്പോൾ ആരൊക്കെ ലൈഫിലേക്ക് വന്നാലും നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ളൊരു റെസ്പെക്റ്റ്, സപ്പോർട്ട്, കെയർ ഒന്നും ഈ വ്യക്തിക്ക് ഇനി വേറെ എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് ഈ വ്യക്തിക്ക് നല്ലപോലെ അറിയാം. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളൊരു പേഴ്സണാണ് ഈ പേഴ്സൺ. ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇഷ്ടമല്ലെങ്കിൽ പോലും ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെയും അടുത്ത സമയത്തൊരു ദൂരയാത്ര ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റുന്നു. അത് കുറച്ചൊരു റിലാക്സേഷൻ അല്ലെങ്കിൽ കുറച്ചൊന്ന് റിലാക്സ് ആക്കും മൈൻഡിനെ എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊരു സ്പിരിച്വൽ വെയിലൊക്കെ ആവാനുള്ളൊരു ചാൻസ് ഓരോ കാഴ്ചയിലും അത് ക്ലിയറാണ്. സോ നിങ്ങൾ കൂടുതലായിട്ടും ഏഞ്ചൽ നമ്പേഴ്സ്, ബട്ടർഫ്ലൈസിനെയൊക്കെ കാണുക, ഇൻഡ്യൂഷൻ പവർ കൂടുക, അതിലൂടെ നിങ്ങൾക്കിതിലൊരു തീരുമാനമെടുക്കാൻ സാധിക്കുക. ഏഞ്ചൽ നമ്പേഴ്സ് 4444 444 ഒക്കെ കാണാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ 1111 നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടും, നിങ്ങളുടെ ഭാഗത്താണ് ന്യായം എന്നതും ഇവിടെ കാണാൻ പറ്റുന്നു. എന്തെങ്കിലും വാക്കുതർക്കമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേ ബി നിങ്ങളെന്തെങ്കിലും തെറ്റ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്താണോ തെറ്റ്, മിസ്റ്റേക്ക് എന്നൊരു തോന്നൽ പലപ്പോഴും വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഭാഗത്തല്ല, നിങ്ങളുടെ ഭാഗത്താണ് ശരി എന്നതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷൻ ആവേണ്ട. 4444 ഏഞ്ചൽ നമ്പർ ഒരു സ്റ്റെബിലിറ്റിയെ സൂചിപ്പിക്കുന്ന നമ്പറാണ്. റിലേഷൻഷിപ്പിലൊരു സ്റ്റെബിലിറ്റി പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ സൈഡിൽ നിന്നും സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. പ്രത്യേകിച്ചും ഫുൾ മൂൺഡേയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പറഞ്ഞത് മറക്കണ്ട, വേറെ ആരെയും ഇതിൻ്റെ ഇടയിൽ, അതിപ്പോൾ ഫാമിലി ആയിക്കോട്ടെ, നിങ്ങൾ തമ്മിൽ ഇങ്ങനൊരു ഇഷ്യൂ ഉള്ളത് പോലും ആരുടെടുത്തും പറയാതെ മാക്സിമം നിങ്ങൾ തമ്മിലിരുന്ന് സംസാരിച്ച് സോൾവ് ചെയ്യാൻ നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഓക്കെ, ഈ പേഴ്സൺ ഇപ്പോൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പായി, നിങ്ങൾ ഇനിയും അക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ വീണ്ടും ഇനിയും ഒരു വാക്കുതർക്കത്തിലേക്കൊക്കെ പോകും സംസാരിച്ച് കഴിഞ്ഞാൽ. നിങ്ങൾക്ക് കുറേ ഡൗട്ടുണ്ട്, അതെല്ലാം അതിനൊന്നും ഈ പേഴ്സൺ ഒരു ഉത്തരമില്ലാതെ നിൽക്കുന്നൊരു സിറ്റുവേഷൻ. നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പൊക്കെ ആയി എന്നീ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഒരു പേഴ്സൺ ഓവർ തിങ്ക് ചെയ്തു പോകുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. സോ നിങ്ങളെപ്പറ്റി അറിയാൻ ശ്രമിക്കുന്നുണ്ട് കൂടുതലായിട്ടും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ 10 ഓഫ് സോഡ്സും അതേപോലെ തന്നെ 10 ഓഫ് വാൺസും കിട്ടിയിട്ടുണ്ട്. എക്സ്ട്രീം ലെവലൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആകെ കൂടി ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നുണ്ട്, അത് മാത്രമാണ് ആളുടെ ലൈഫിലൊരു പോസിറ്റീവായിട്ട് നിൽക്കുന്നത്. ബാക്കിയെല്ലാം എല്ലാ സൈഡിൽ നിന്നും നെഗറ്റീവായിട്ട് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നൊരു വ്യക്തിനെയാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, നിങ്ങളെ ഇപ്പോഴും വേണ്ടാന്ന് പൂർണ്ണമായിട്ടും വെച്ചിട്ടില്ല. നിങ്ങൾക്കിപ്പോഴും ചാൻസ് ഉണ്ട്, സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യാം എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. എഴുതിയിട്ടൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാം. ഫുൾ മൂൺ ഡേയിൽ
എഴുതി മാനിഫെസ്റ്റ് ചെയ്യുന്നതും വിഷ്വലൈസ് ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. ഇവിടെയും അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു റിസൾട്ട് കിട്ടുന്നില്ല. സോ അതിന് നിങ്ങൾ ശ്രമിക്കണ്ട. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. സ്പിരിച്വൽ വെയിലുമാണ്. അപ്പോൾ മേ ബി ചിലരുടെ കേസിൽ ഒരു സ്പിരിച്വൽ ജേർണി കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷമായിരിക്കും റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കാനുള്ളൊരു ചാൻസ് കൂടുതൽ. ഓക്കെ, സോ കോടതി ബേസ് ചെയ്തിട്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുമെന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷൻ ആവേണ്ട, ഓവർ തിങ്ക് ചെയ്യണ്ട. ആ പേഴ്സണോ ഓവർ തിങ്ക് ചെയ്ത് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് പോകുന്നുണ്ട്. നിങ്ങൾ കൂടി അങ്ങനെ ഓവർ തിങ്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. സോ ടേക്ക് കെയർ, ബൈ.